We can start a new session, that is phase velocity of sound, Newton's model. So in the previous class we discussed the dispersion relation for that a longitudinal wave and also for a transverse wave. So based on that we are calculating the velocity of sound. So one model is Newton's model. For that we are considering an air is confined in a closed container. Then it will exert a outward pressure on the walls of the container, or it will act like a compressed spring. Okay, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ലോങ് സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. അത് കണ്ടെയ്നർ എന്ന ലോങ് സിലിണ്ടറിലാണ്. അതിൻ്റെ വൺ എൻഡ് ക്ലോസ്ഡ് ആണ്, അതർ എൻഡ് ഒരു പിസ്റ്റൺ ഉണ്ട്. അതിനകത്താണ് ഒരു എയർ ഉള്ളത്. ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് എ കംപ്രസ്ഡ് സ്പ്രിങ്, ഒരു സ്പ്രിങ് പോലെ. ഇറ്റ്സ് ഇക്വലൻ്റ് ടു എ കംപ്രസ്ഡ് സ്പ്രിങ് ആണത് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ എക്സേർട്ട് സം ഫോഴ്സ് ഓൺ ദാറ്റ് സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ മുകളിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ പിസ്റ്റൻ്റെ മുകളിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് പുഷ് ദാറ്റ് പിസ്റ്റൺ ഔട്ട് ഓഫ് ദി സിലിണ്ടർ വിത്ത് എ ഫോഴ്സ് എഫ്. അതായത് വി കൺസിഡറിങ് എ എയർ കൺഫൈൻഡ് ക്ലോസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ സിലിണ്ടർ വിത്ത് വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് വിത്ത് എ പിസ്റ്റൺ ആണ്. ദിസ് വിൽ ആക്ട് ലൈക്ക് എ കംപ്രസ്ഡ് സ്പ്രിങ് ആണ്. ഒരു കംപ്രസ്ഡ് സ്പ്രിങ് പോലെയാണ് അതുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ കംപ്രസ്ഡ് സ്പ്രിങ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദാറ്റ് പിസ്റ്റൺ. അതായത് പിസ്റ്റൺ ഈസ് പുട്ട് ഓൺ ദി വൺ എൻഡ് ഓഫ് ദാറ്റ് സിലിണ്ടർ ആണ്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ എയറിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു കംപ്രസ്ഡ് സ്പ്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ എക്സേർട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് പിസ്റ്റൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അത് എക്സേർട്ട് ചെയ്യും. അതാണ് ഉള്ളൊരു കണ്ടീഷൻ, ഒരു കേസ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ അറ്റ് ഇക്വലിബ്രിയം ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഓൺ ദി പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സും കൗണ്ടർ ബാലൻസ് ദി ഫോഴ്സ് ഓൺ ദി എയർ. അതായത് എയർ ആ കംപ്രസ് ചെയ്യുന്ന സാധനം റിലാക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദി പിസ്റ്റൺ. പക്ഷേ ഓക്കെ അല്ലേ, അതായത് എയർ ഉണ്ട്, ഈ എയർ ഒന്ന് കംപ്രസ് ചെയ്ത് ഇറ്റ് വിൽ ലൈക്ക് എ കംപ്രസ് സ്പ്രിങ് ആണ്. വെൻ ഇറ്റ് റിലാക്സ് ദർ വിൽ ബി എ ഫോഴ്സ് ദാറ്റ് വിൽ എക്സേർട്ട് ഓൺ ദാറ്റ് പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യാണ് ചെയ്യുക. ഓർ വി ക്യാൻ സേ അറ്റ് ഇക്വിലിബ്രിയം ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഓൺ ദാറ്റ് പിസ്റ്റൺ കൗണ്ടർ ബാലൻസ് ദി ഫോഴ്സ് ഓൺ ദി എയർ. എയറിലുള്ള ഫോഴ്സും ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പിസ്റ്റണും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ഹാവ് ടു ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ദാറ്റ് ഫേസ് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഫോഴ്സ് ഓൺ എയറിൻ്റെ മുകളിലുള്ള ഫോഴ്സും ഈ പിസ്റ്റൻ്റെ മുകളിലുള്ള ഫോഴ്സും കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് വിൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ദാറ്റ് ഫേസ് വെലോസിറ്റി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ. ഇതാണ് ഒരു എയർ കൺഫൈൻഡ് ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ കംപ്രസ് സ്പ്രിങ് ഓർ ഇറ്റ് വിൽ എക്സേർട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് പിസ്റ്റൺ പ്ലേസ്ഡ് അറ്റ് ദി വൺ എൻഡ് ഓഫ് ദാറ്റ് cylinder. So for deriving this phase velocity we are equating that external force on that piston and that of the force on the air. ഇനി അതിൻ്റെ മാത്തമെറ്റിക്കൽ പാർട്ടിലോട്ട് പോവാണ്. ഫസ്റ്റ് വി ആർ റൈറ്റിംഗ് ദി എക്സ്പ്രഷൻ ഫോർ ദാറ്റ് ഫോഴ്സ് ഓഫ് ദി എയർ എന്നുള്ള എക്സ്പ്രഷനാണ് എഴുതാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ദിസ് എയർ ആക്ട് ലൈക്ക് എ കംപ്രസ്ഡ് സ്പ്രിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. അതായത് സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള ഇക്വേഷൻ നമുക്കറിയാം കെ ഇൻറ്റു എക്സ്, അതിൻ്റെ ഒരു ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം കെ ഇൻറ്റു എക്സ് ആണെന്നറിയാം. സോ ഹിയർ വി ആർ റൈറ്റിംഗ് ദ ഫോഴ്സ് ഓഫ് ദ എയർ ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു കെ എൽ ഇൻറ്റു L1 മൈനസ് എൽ. L1 മൈനസ് എൽ ആണ്. എന്താ L1 എന്താ എൽ നമുക്ക് നോക്കാം. L1 എന്ന് പറയുന്നത് റിലാക്സ്ഡ് ലെങ്ത്തും L എന്ന് പറയുന്നത് അതിൻ്റെ കംപ്രസ്ഡ് ലെങ്ത്തും. അത് നമ്മൾ ആദ്യം പറഞ്ഞു, ഇറ്റ് ഈസ് ലൈക്ക് എ കംപ്രസ്ഡ് സ്പ്രിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സമയത്തുള്ള അതിൻ്റെ ലെങ്ത്താണ് L. ഇനി അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ആ പിസ്റ്റൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്തുള്ള അവിടെയുള്ള അതിൻ്റെ ലെങ്ത്താണ്. അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് മാറ്റം വരുന്ന ലെങ്ത്താണ് L1 എന്ന് പറയുന്നത്, അതായത് റിലാക്സ്ഡ് ലെങ്ത്ത്. ഇത് കെ ഇൻറ്റു എക്സ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം കെ എൽ ഇൻറ്റു L1 മൈനസ് എൽ. അതിൻ്റെ കെ എൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ആ സ്പ്രിങ് കോൺസ്റ്റൻ്റാണ് നമ്മൾ കെ എൽ എന്നൊക്കെ പറയുന്നത്. അപ്പം കെ എൽ ഇൻറ്റു L1 മൈനസ് എൽ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയുള്ളൂ എൽ ഗ്രേറ്റർ ദാൻ L1, അല്ലെങ്കിൽ എൽ കംപ്രസ്ഡ് ലെങ്ത്ത് എൽ ലെസ് ദാൻ L1. അതായത് L1 ആണ് റിലാക്സ്ഡ് ലെങ്ത്ത് കൂടുന്ന ലെങ്ത്താണ് L1, കൂടിയ ലെങ്ത്താണ് L1, കുറഞ്ഞ ലെങ്ത്താണ് കംപ്രസ് ചെയ്ത സമയത്തുള്ള ലെങ്ത്താണ് L. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഒരു കെ എൽ ഇൻറ്റു L1 മൈനസ് എൽ. ദെൻ വി ആർ റൈറ്റിംഗ് ദ ചേഞ്ച് ഇൻ എഫ്.
ചേഞ്ച് ഇൻ എഫ് കാണുന്നു. ഡി എഫ് എന്ന് പറഞ്ഞാൽ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു L1 കോൺസ്റ്റൻ്റ് ആണ് KL ഇൻറ്റു മൈനസ് DL minus KL DL. DF change in F DF is equal to differentiating this equation minus KL DL. Okay. Then ഇനി രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ഫോഴ്സിനുള്ള ഇക്വേഷനാണ് എഴുതുന്നത്. ഫോഴ്സ് ഓൺ ദ എയർ നമ്മൾ കണ്ടു, ചേഞ്ച് ഇൻ ഫോഴ്സ് കണ്ടു, DF is equal to minus KL DL. Then air exert a force on piston. എയർ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഓൺ പിസ്റ്റൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് നമ്മൾ കാണുന്നത് ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ടാണ്. എഫ് ഇസ് ഈക്വൽ ടു പ്രഷർ, പി എന്ന് പറഞ്ഞ പ്രഷറാണ്, പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു പി എ ആണ്. അപ്പം ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ പി പ്രഷറാണ്. ദെൻ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ദാറ്റ് എയറിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് പിസ്റ്റൺ ഡിസ്പ്ലേസ് ടു സ്മോൾ എമൗണ്ട് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ആ പിസ്റ്റൺ ചെറുതായിട്ടൊന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് വന്നു, അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ലെങ്ത്തിൽ നിന്ന് അത് ചേഞ്ച് ചെയ്തിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി എൽ ആച്ചോട്ടെ. അതായത് പിസ്റ്റൺ ഡിസ്പ്ലേസ് ഫ്രം സ്മോൾ എമൗണ്ട് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ലെങ്ത് ഓഫ് സിലിണ്ടർ ചേഞ്ചസ് ബൈ ഡി എൽ. അതായത് ആ സിലിണ്ടറിൽ മൊത്തമായിട്ട് എയർ അവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടിരിക്കുകയാണ്. ആ സിലിണ്ടറിൽ ഒരു എൻഡിലാണ് ആ പിസ്റ്റൺ വെച്ചിട്ടുള്ളത്. ഇഫ് ഡ്യൂ ടു ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ് ദ പിസ്റ്റൺ മൂവ് ത്രൂ എ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ത്രൂ എ ലെങ്ത് ഓഫ് ഡി എൽ ആണെന്നുണ്ടെങ്കിൽ ദ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ എ ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ഡി എൽ ആയിരിക്കും ഡി വി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഡി എഫിനുള്ള എക്സ്പ്രഷൻ കണ്ടുവച്ചിട്ടുണ്ട്, ഫോഴ്സ് ഓഫ് ദി എയർ. ഇനി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദാറ്റ് എയർ ഓൺ ദാറ്റ് പിസ്റ്റൺ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പി ഇൻറ്റു എ എഴുതിയത്. ഇതിൽ നിന്നും വി ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഡി എഫ് എഴുതണം. സോ ഡി എഫ് വിൽ ബി ഈക്വൽ ടു ഡി പി ഇൻറ്റു എ, എ ഇൻറ്റു ഡി പി, എ ഇൻറ്റു ഡി പി എഴുതാൻ പറ്റും. ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മളിവിടെ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. ഡി എല്ലിനെ കൊണ്ട് നമ്മൾ ഡി വിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ എ ഇൻറ്റു ഡി പി ബൈ ഡി വി 0 എ ഡി എൽ. ഇതെന്ന് പറഞ്ഞാൽ ഈ അതായത് വി ആർ ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ ഡി വി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ഡി പി ബൈ ഡി വി ഇക്വിലിബ്രിയം പൊസിഷൻ, അതാണ് ഈ 0 എന്ന് ഉദ്ദേശിക്കുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ. ദെൻ എ ഇൻറ്റു ഡി എൽ, അതായത് ഡി വി ഇസ് റിട്ടൺ ആസ് എ ഇൻറ്റു ഡി എൽ. ഓക്കെ, അതായത് എ ഡി പി ആണ്. ദെൻ വി ഡിവൈഡ് ആൻഡ് multiply by dv, then this dv is written as a into dl. So a into dp by dv equilibrium position അല്ലെങ്കിൽ equilibrium condition ഉള്ളതായതുകൊണ്ട് ഇവിടെ 0 notation വരുന്നത്, that into a dl. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഫോഴ്സ് ഓൺ ദാറ്റ് എയർ ആൻഡ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദാറ്റ് പിസ്റ്റൺ ആർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ കമ്പയറിങ് ദിസ് ഇക്വേഷൻ, രണ്ടും ഡി എഫിനുള്ള ഇക്വേഷനാണ് എഴുതി, ഇവിടെയും ഡി എഫിനുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഇവിടെയും ഡി എഫിനുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഡി എൽ പാർട്ട് വരുന്നുണ്ട്. സോ വി ക്യാൻ കമ്പയർ ദ കോഷ്യൻ്റ് ഓഫ് ദിസ് ടു ഇക്വേഷൻ രണ്ടിൻ്റെയും കോഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. സോ ഫ്രം ദാറ്റ് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കെ എൽ സീക്വൽ ടു അല്ലേ, ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റും കെ എൽ സീക്വൽ ടു എ ഇൻറ്റു എ ഉണ്ട് എ സ്ക്വയർ ഡി പി ബൈ ഡി വി ഓഫ് 0. ഇത് പറഞ്ഞാൽ ഡി പി ബൈ ഡി വി അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതുകൊണ്ടാണ് ഈ 0 എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് കെ എൽ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ഡി പി ബൈ ഡി വി 0. അത് നമുക്ക് വേണ്ടത് വി ഹാവ് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഫിസിക്കൽ ആ ഒരു കണ്ടീഷൻസൊക്കെ പറഞ്ഞു, അതിൽ നമ്മൾ ആ ഫോഴ്സ് ഈക്വൽ ആണെന്നുള്ളൊരു കണ്ടീഷനിലെത്തി. അപ്പോൾ എയറിൻ്റെ മുകളിലുള്ള ഫോഴ്സും ഫോഴ്സ് ഓഫ് ദി എയറും ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എയർ ഓൺ ദി പിസ്റ്റനും എഴുതി. വി ഇക്വേറ്റ് ദ ടു ഇക്വേഷൻ, ഡി എഫിനുള്ള വാല്യൂ എഴുതിയിട്ട് ഇക്വേറ്റ് ചെയ്തു. Then we get the value for that KL minus a square dp by dv 0. ഓക്കെ, ഇതാണ് ഈ ഒരു ഇക്വേഷൻ. അപ്പാർട്ടായി അതായത് മൈനസ് എ സ്ക്വയർ ഡി പി ബൈ ഡി വി ഇൻറ്റു 0 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഡി എഫിനുള്ള രണ്ട് കേസിലുള്ള ഇക്വേഷൻ എഴുതി. ദെൻ വി റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ദാറ്റ് കെ എൽ. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു കെ എൽ എൽ 0 ഡിവൈഡ് ബൈ റോ 0 ലീനിയർ. ഇത് എവിടെ നിന്നാണ് എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദി എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ലോങ്റ്റിറ്റ്യൂണൽ വേവ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പെർഷൻ റിലേഷനും ഫേസ് വെലോസിറ്റി ഒക്കെ പറഞ്ഞ സമയത്ത് കണ്ടിന്യൂസ് ലിമിറ്റിൽ ലോങ്റ്റിറ്റ്യൂണൽ വേവിൻ്റെ കേസിലുള്ള വി സ്ക്വയറിനുള്ള ഇക്വേഷനാണിത്, കെ എൽ എൽ 0 ഡിവൈഡ് ബൈ റോ 0. ഓക്കെ, ഈ എൽ 0 എന്നാൽ അതിൻ്റെ ഇക്വിലിബ്രിയം ലെങ്ത് ആണ് എൽ 0 എന്ന് പറയുന്നത്. റോ 0 ഒക്കെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റോ 0 പറഞ്ഞാൽ മാസ് ബൈ എ ആണെന്നൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ദെൻ വി ആർ റൈറ്റിംഗ് അനദർ ഇക്വേഷൻ റോ 0 ലീനിയർ ഇൻറ്റു എൽ 0. റോ 0 ലീനിയർ ഇൻറ്റു എൽ 0, അതിൻ്റെ ലെങ്ത് ആണ് എൽ 0. അപ്പോൾ റോ 0 ലീനിയർ ഇൻറ്റു എൽ 0 ഈക്വൽ ടു റോ 0 വോളിയം ഇൻറ്റു എ എൽ 0. ഇത് റോ 0 ലീനിയർ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ ലെങ്ത് ആണ്.
അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ദാറ്റ് ഡെൻസിറ്റി അല്ലേ? മാസ് ബൈ ലെങ്ത് ആണ് റോ സീറോ ലീനിയർ. അപ്പം മാസ് ഈക്വൽ ടു റോ സീറോ ലീനിയർ ഇൻറ്റു ലെങ്ത്. ഇനി വേറെ അതേപോലത്തെ വേറൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാണ് റോ സീറോ വോളിയം. റോ സീറോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റിയാണ് ഇത്, വോളിയം മാസ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് മാസ് ഡിവൈഡ് ബൈ വോളിയമാണ് റോ സീറോ. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റോ സീറോ ഓഫ് വോളിയം ഇൻറ്റു ദാറ്റ് വോളിയം. വോളിയത്തിനെയാണ് എ ആണ് അതിൻ്റെ ഏരിയ, L0 ആണ് അതിൻ്റെ ഇക്വിലിബ്രിയം ലെങ്ത് എങ്കിൽ L0 ഇൻറ്റു റോ സീറോ ഓഫ് വോളിയം ആയിരിക്കും എന്ത്? അതിൻ്റെ മാസ്. രണ്ടും മാസ് തന്നെയാണ്. ഇവിടെ ലീനിയർ, വേറൊരു റോ ലീനിയർ ആയിരുന്നു, അതുകൊണ്ടാണ് ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വോളിയമാണ്, അതുകൊണ്ട് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? മാസ് കിട്ടുള്ളൂ. സോ ഇൻ 2 കേസസ് ഈ ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റി പറഞ്ഞാൽ മാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും റോ സീറോ ലീനിയർ L0 is equal to റോ സീറോ വോളിയം L0. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ റോ സീറോ ലീനിയറിനെ വി ആർ റൈറ്റിംഗ് ഇൻ ടേംസ് ഓഫ് റോ സീറോ വോളിയം. അപ്പോൾ എന്ത് ചെയ്താൽ ഈ L0 ക്യാൻസൽ ചെയ്ത് പോകും. റോ സീറോ ലീനിയർ is equal to റോ സീറോ വോളിയം ഇൻറ്റു എ. റോ സീറോ വോളിയം ഇൻറ്റു എ എഴുതാൻ പറ്റും. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ V square is equal to KL റോ സീറോ വോളിയം ഇൻറ്റു എ എഴുതി കൂടെ. ഇത് റോ സീറോ ലീനിയറിന് റോ സീറോ വോളിയം ഇൻറ്റു എ എന്ന് എഴുതി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് KL റോ സീറോ വോളിയം ഇൻറ്റു എ. ഇക്വേഷൻ 4 ആയിട്ട് കൊടുത്തു. ദെൻ ഫ്രം ഇക്വേഷൻ 3യിൽ നിന്ന് കഴിഞ്ഞ പ്രീവിയസ് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് KL is equal to -a² dp/dv 0 അല്ലേ? നേരത്തെ നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വി ഡിറൈവ്ഡ് ഇക്വേഷൻ ഫോർ ദാറ്റ് KL is equal to -a² dp/dv of 0. ഇനി എന്ത് ചെയ്യുക? വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ദാറ്റ് KL ഇൻ ദിസ് ഇക്വേഷൻ 4. ഇക്വേഷൻ 4ൽ KLന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -a² dp/dv 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 4 V square is equal to -AL0 dp/dv 0/ρ 0. ഓക്കെ, അതായത് ഈ KL ഈക്വൽ ടു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ -AL0 dp/0 ρ 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ. അതായത് V square is equal to ദെൻ നമ്മളെന്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ AL0 A ഇൻറ്റു ഇക്വിലിബ്രിയം ലെങ്ത്. എ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞതിൻ്റെ വോളിയം, ഇക്വിലിബ്രിയം വോളിയമാണ്. സോ -V0 dp/dv 0 ഡിവൈഡ് ബൈ റോ 0 അങ്ങനെ എഴുതി. ഇതിവിടെ റോ 0 എന്ന് പറയുന്നത് വോളിയം, റോ 0 ഓഫ് വോളിയമാണ്. അതായത് ലീനിയർ മാസ് ഡെൻസിറ്റിൻ്റെ അത് വോളിയം മാസ് ഡെൻസിറ്റിയാണ് റോ 0 എന്ന് പറയുന്നത്. സോ -V0 ഇത് AL0 ഈസ് -V0 dp/dv ഓഫ് 0 ഡിവൈഡ് ബൈ റോ 0. ഇതാണ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഓഫ് സൗണ്ടിനുള്ള എക്സ്പ്രഷൻ. ഇത് -V0 dp/dv ഓഫ് 0 ഡിവൈഡ് ബൈ റോ 0 ഓഫ് വോളിയാണ്. ഇത് ഞാൻ പ്രത്യേകം പിന്നെ ജസ്റ്റ് എഴുതിയിട്ടില്ല ഉള്ളൂ. ഈ റോ 0 ഉദ്ദേശിക്കുന്നത് വോളിയം റോ 0 ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ -V0 dp/dv ഓഫ് 0 റോ 0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സൗണ്ടിൻ്റെ കറക്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷനുള്ള അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് dp/dvൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം സോ ടു ഫൈൻഡ് dp/dv കാണാൻ വേണ്ടിയിട്ട് ന്യൂട്ടൺ യൂസ് ചെയ്തിട്ടുള്ളത് ബോയിൽസ് ലോ ആണ്. അതായത് വെൻ വി ആർ കൺസിഡറിങ് ദ മോഷൻ ഓഫ് എയർ, ഹി കൺസിഡർഡ് ദാറ്റ് ദർ ഇസ് നോ ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ യൂസ് ദാറ്റ് ബോയിൽസ് ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആസ് യു നോ, ബോയിൽസ് ലോ PV = P1 V1 = P2 V2 എഴുതാറുണ്ട്. അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇഫ് ദ പ്രഷർ ഇസ് P, V is വോളിയം ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ദ ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള പ്രഷറും വോളിയവും ആണ് എന്ത്? P0യും V0യും. ഓർ വി ക്യാൻ റൈറ്റ്, അത് നമുക്ക് കാണേണ്ടത് dp/dv ആണ്. So we can write P is equal to P0/V0 divided by V. P0 പറഞ്ഞാൽ equilibrium pressure, equilibrium volume, then a volume at a particular temperature. അതായത് we are using, Newton is used Boyles law for finding dp/v by assuming temperature remain constant എന്നൊരു കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. So using this equation, if we take the derivative of dp with respect to dv, so P0 V0 constant ആണ്, then 1/vൻ്റെ ഡിഫറൻഷ്യലാണ് എന്ത്? -v² എന്ന് വരും. സോ അങ്ങനെ കിട്ടും. then നമുക്കിനി വേണ്ടത്, ആ ഇക്വേഷനിൽ വേണ്ടത് dp/dv അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനാണ്, 0 കണ്ടീഷൻ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൻ്റെ പ്ലേസിലൊക്കെ എന്ത് കൊടുക്കണം? V0 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? -P0 V0 ഡിവൈഡ് ബൈ V0² വരും. അതായത് 0 കണ്ടീഷനിലാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു V0 എന്നിവിടെ കൊടുക്കണം. സോ 1 V0 ക്യാൻസൽ ചെയ്തപ്പോൾ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -P0 ഡിവൈഡ് ബൈ V0.
minus P0 by V0. Then we can write this V0 into dP by dV0. ഇതിനെ അങ്ങോട്ട് എടുത്തു V0 into dP by dV0 is equal to എന്ത് വരും മൈനസ് P0 എന്ന് വരും. ഓക്കെ, മൈനസ് P0 എന്ന് വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി സ്ക്വയർ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മൈനസ് V0 dP by dV0 ഇൻറ്റു റോ സീറോയാണ്. അപ്പം ഇനി എന്ത് ചെയ്യുക, ഈ V0 ഇൻറ്റു dP by dV0ക്ക് പകരം എന്ത് കൊടുക്കുക, ഈ മൈനസ് P0 കൊടുക്കുക. അപ്പോൾ ഈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു P0 divided by rho 0. P0 divided by rho 0 or V Newton is equal to P0 divided by rho 0 raised to 1/2. V Newton എന്ന് എഴുതാൻ കാരണം according to Newton assumption this process will take place at constant temperature and we are using Boyles law for the derivation of that velocity. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ dP by dV വരുന്ന സമയത്ത് അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ V Newton is equal to P ഇങ്ങനെ കിട്ടുന്നത്. P0 divided by rho 0 raised to 1/2. അതായത് നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആദ്യം വിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, വി സ്കോറിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, ലോങ്റ്റിറ്റ്യൂഡൽ വേവിൻ്റെ വെലോസിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ചു. ദെൻ വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് dP by dV by assume the temperature remain constant. So we get the value of that velocity according to Newton theory. P0 divided by rho 0 raised to 1/2. P0 is the equilibrium pressure, rho 0 volume is the mass by volume. rho 0 volume ആയിരുന്നു അത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി ആർ ഫൈൻഡിങ് ദ velocity of sound in air ആണ് കാണുന്നത്. സോ in order to find that we are taking P0 value 1 atmosphere. ആ ഒരു ഇതിനെ കൺവേർഷനൊക്കെ ചെയ്തിട്ടുള്ളതാണിത്. 1.29 10⁻³ 10/cm². ആൻഡ് ദ വാല്യൂ ഓഫ് rho 0 നമ്മൾ കൊടുക്കുന്നു 1.29 10⁻³ gram/cm കൊടുക്കുന്നു. ദെൻ if we substitute that value in this equation V Newton P0 by rho 0 കൊടുത്തു കഴിഞ്ഞാൽ we get the value of that velocity of sound in air is equal to 280 meter/second എന്ന് കിട്ടും. But we know the velocity of sound, experimentally we know the velocity of sound in air is equal to 332 meter/second. ഇത്രയാണ് ശരിക്കും സൗണ്ടിൻ്റെ എയറിലുള്ള വെലോസിറ്റി. പക്ഷേ നമ്മൾ ഈ ഒരു അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഫോർമുല വി ഗെറ്റ് ദി വാല്യൂ ഓൺലി 280 meter. സോ ദർ ഇസ് എൻ എറർ ഓഫ് 50%. അവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, 50% എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ നമ്മൾ കൺസിഡർ ചെയ്ത തിയറിയിൽ എവിടെയോ ഒരു സം മിസ്റ്റേക്സ് ഉണ്ട്. സോ വി ഹാവ് ടു കറക്റ്റ് ദാറ്റ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ന്യൂട്ടൺ ഫോർമുല എന്ന് പറഞ്ഞത്. അത് നമ്മൾ ജസ്റ്റ് ആദ്യം ആ ഫോഴ്സിനുള്ള ഇക്വേഷൻ എഴുതിയിട്ട് ലോങ്റ്റിറ്റ്യൂഡൽ വേവിൻ്റെ വെലോസിറ്റി ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്തിട്ട് വി ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട്. ദെൻ യൂസിങ് ദ ഐസോതെർമൽ പ്രോസസ്, അല്ലെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് പ്രോസസ് ഐസോതെർമൽ വൺ ആൻഡ് യൂസിങ് ബോയ്ൽസ് ലോ വി ഫൈൻഡ് എ എക്സാക്ട് ഇക്വേഷൻ ഫോർ ദാറ്റ് വെലോസിറ്റി. ബട്ട് വി ഫൈൻഡ് സം എറർ ഇൻ ദാറ്റ് ഇക്വേഷൻ, സം ഡിസ്പെറൻസ്, സം ഡിഫറൻസ് ഇൻ ദാറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റഡ് ആൻഡ് ദാറ്റ് എക്സ്പെരിമെൻ്റൽ വാല്യൂ. ഓക്കെ, അങ്ങനെ ഒരു കറക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കറക്ഷൻ, എവിടെയാണ് മിസ്റ്റേക്ക്, അങ്ങനെ ഹൗ വി ക്യാൻ റെക്ടിഫൈ ദിസ് എറർ, എങ്ങനെ നമുക്ക് ഈ എററിന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളതാണ്. സോ കറക്ഷൻ ടു ദ ന്യൂട്ടൺസ് ഫോർമുല. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത വെലോസിറ്റിക്കൊന്നും പ്രശ്നമല്ല, അവിടെ വരുന്ന ഒരു മെയിൻ എറർ എന്ന് പറയുന്നത് dP by dV കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള എററാണ്. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ കൺസെപ്റ്റ് ഈ അസ്യൂംഡ് ദാറ്റ് ടെമ്പറേച്ചർ ആസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മൾ ബോയ്ൽസ് ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ കേസിലാണ് ബോയ്ൽസ് ലോ യൂസ് ചെയ്യുന്നത്. ബട്ട് actually what happened that when we are considering that air is like a compressed string, at that condition the temperature of that compressed air അല്ലെങ്കിൽ compressed spring is greater than that of equilibrium temperature. അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള പോർഷൻ നോക്കുന്ന സമയത്ത് കമ്പയർ ടു ദാറ്റ് ഇറ്റ്സ് എൻവയർമെൻറ്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ദർ വിൽ ബി എ ടെമ്പറേച്ചർ ഗ്രേഡിയൻ, അവിടെ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അതായത് കംപ്രസ്ഡ് പോർഷനിൽ അവിടെ ഒരു ടെമ്പറേച്ചർ കൂടിയ ഭാഗമാണ്, അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയുക, അങ്ങനെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി കനോട്ട് യൂസ് ബോയ്ൽസ് ലോ ടു ഫൈൻഡ് ദ dP by dV. ഇത് അക്കോർഡിംഗ് ടു ബോയ്ൽസ് ലോ ഇറ്റ് ഹോൾഡ് ഗുഡ് ഫോർ ദി ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നായിരുന്നു അത് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട് ഉള്ള കേസിലാണ് അത് ഒബേ ചെയ്യുക. ബട്ട് ഇൻ ദിസ് കേസ് ദർ വിൽ ബി എ ടെമ്പറേച്ചർ വേരിയേഷൻ. ഇത് ന്യൂട്ടൺ എടുത്തിട്ടുള്ള മെയിൻ എറർ എന്ന് പറയുന്നത് ഈ അസ്യൂം ദാറ്റ് ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് യൂസ്ഡ് ബോയ്ൽസ് ലോ ഫോർ ദി ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് dP by dV. So instead of that using Boyles law, here we are using adiabatic gas law. We are using adiabatic gas law, അല്ലെങ്കിൽ we are considering this process as a adiabatic process. അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിന് പകരം ഇതിന് നമ്മളൊരു അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. സോ വി ആർ യൂസിങ്
അഡിയബാറ്റിക് ഗ്യാസ് ലോ ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഡി പി ബൈ ഡി വി. ഇതാണ് കറക്ഷൻ എന്ന് പറയുന്നത്. ഈ പാർട്ട് മനസ്സിലാക്കണം. അതായത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ കൺസെപ്റ്റ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിട്ടിയിട്ടുള്ള വാല്യൂം എക്സ്പെരിമെൻ്റ് വാല്യൂം തമ്മിൽ ചെറിയൊരു ഡിസ്പെറൻസി വന്നു. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ളത് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് അല്ല. സോ വി കനോട്ട് യൂസ് ബോയിൽസ് ലോ ആണ്. വി ക്യാൻ find the value of dp by dv using that adiabatic gas law. Adiabatic gas law വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് dp by dv അക്കോർഡിംഗ് ടു ദാറ്റ് അഡിയബാറ്റിക് ഗ്യാസ് ലോ വെച്ചിട്ടാണ്. അപ്പോൾ അഡിയബാറ്റിക് ഗ്യാസ് ലോ എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാണ്ടാവും. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഫോർ അഡിയബാറ്റിക് പ്രോസസ്സ് ദർ ഇസ് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും ഇത് പി വി റേസ് ടു ഗാമ സീക്വൽ ടു പി സീറോ വി സീറോ റേസ് ടു ഗാമ. നേരത്തെ നമ്മൾ പി വി സീക്വൽ ടു പി സീറോ വി സീറോ എഴുതിയതിന് പകരം അഡിയബാറ്റിക് പ്രോസസ്സിലുള്ള ഇക്വേഷനാണ് പി വി റേസ് ടു ഗാമ സീക്വൽ ടു പി സീറോ വി സീറോ റേസ് ടു ഗാമ. ഗാമ എന്ന് പറയുന്നത് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. സി പി ബൈ സി വിനെയാണ് ഗാമ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് ടി പിയിലുള്ള വാല്യൂ ആണ് 1.4 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നേരത്തെ നമ്മൾ ഡി പി ബൈ ഡി വി കാണാൻ പി വി സീക്വൽ ടു പി സീറോ വി സീറോ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇയർ വി ആർ യൂസിങ് ഡി പി ബൈ ഡി വി കാണാൻ വി വാണ്ട് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ ആൻഡ് വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഡി പി ബൈ ഡി വി കാണണം. അപ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ പോലെ അല്ല, അതിൽ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ അല്ല. സോ ഡി പി വി റേസ് ടു ഗാമ, അതായത് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ. അതിന് ഈ ഒരു പോർഷൻ 0 ആണ് വരിക. ദെൻ ഡി പി വി റേസ് ടു ഗാമ, അതായത് പീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഡി പി വി റേസ് ടു ഗാമ. ദെൻ പി കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. പി ഇൻറ്റു വി റേസ് ടു ഗാമൻ്റെ ഡിഫറൻഷ്യൽ ഗാമ ഇൻറ്റു വി റേസ് ടു ഗാമ -1 ഇൻറ്റു ഡി വി ദാറ്റ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആണ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിനെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി പി ഇത് ഈ ഒരു പാർട്ടിന് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ മൈനസ് പി ഗാമ വി ഗാമ റേസ് ടു -1 ഡി വി എന്നുണ്ടാവും. അപ്പോൾ അതിൽ ഡി പി ബൈ ഡി വി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഗാമ വി റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ബി ഗാമ. ഒന്നുകൂടി പറയാം, ഇക്വേഷൻ ഇങ്ങനെ എഴുതി ദിസ് ഈക്വൽ ടു 0 ആണ്. ഈ ഒരു പാർട്ടിനെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് ഡി പി ബൈ ഡി വി ഈക്വൽ ടു എന്ത് വരും? മൈനസ് പി ഗാമ വി റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ വി ഗാമ വരും. അപ്പോൾ ഈ ഒരു വി ഗാമ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്തുണ്ടാകും? ഡി പി ബൈ ഡി വി ഈക്വൽ ടു മൈനസ് പി ഗാമ ബൈ വി, പി ഗാമ ബൈ വി എന്നുണ്ടാവും. ഇനി സെയിം പ്രൊസീജിയർ നേരത്തെ പോലെ തന്നെ ഡി പി ബൈ ഡി വി 0 കാണും, ഇക്വിലിബ്രിയം പൊസിഷനിൽ കാണണം. അപ്പോൾ അതിനൊന്നും ചെയ്യാനില്ല. പിക്ക് പി സീറോയും വിക്ക് വി സീറോയും കൊടുക്കുക. അപ്പോൾ മൈനസ് പി സീറോ ഗാമ വി സീറോ എന്ന് വരും. ദെൻ ദ ഇക്വേഷൻ ഫോർ വി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? മൈനസ് വി സീറോ ഡി പി ബൈ ഡി വി 0 ഡിവൈഡ് ബൈ റോ 0 ആണ്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അതിൽ ആകെ ന്യൂട്ടൺ ഫോർമുലയിൽ നമ്മൾ ഡി പി ബൈ ഡി വി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രമാണ് കറക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് അഡിയബാറ്റിക് ഗ്യാസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഡി പി ബൈ ഡി വി 0 ഈക്വൽ ടു എന്ത് കൊടുക്കും? നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ മൈനസ് പി സീറോ ഗാമ ബൈ വി സീറോ എന്ന് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ. സോ ദിസ് വി സീറോ ക്യാൻസൽ ചെയ്ത് പോകും, മൈനസ് പോകും. സോ പി സീറോ ഗാമ ബൈ റോ 0, പി സീറോ ഗാമ ബൈ റോ 0 ഓർ വി സൗണ്ട് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? പി സീറോ ഗാമ ബൈ റോ 0 റേസ് ടു 1/2. പി സീറോ ഇക്വിലിബ്രിയം പ്രഷർ, ഗാമ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ്, റോ 0 ദാറ്റ് വോളിയം മാസ് ഡെൻസിറ്റിയാണ് റോ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഡീഷണൽ ന്യൂട്ടൺ ഫോർമുലയിൽ നിന്ന് അഡീഷണലായിട്ട് വന്നിട്ടുള്ളത് ഗാമയാണ്. അപ്പം ഗാമ റേസ് ടു 1/2 ആണ് അഡീഷണൽ ഉള്ളത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വി സൗണ്ട് ഈക്വൽ ടു ഗാമ റേസ് ടു 1/2 ഇൻറ്റു വി ന്യൂട്ടൺ, ഗാമ റേസ് ടു 1/2 ഇൻറ്റു വി ന്യൂട്ടൺ. അഡീഷണൽ ആയിട്ടൊരു ഗാമ ടേം അവിടെ ഗാമ റേസ് ടു 1/2 ടേം വന്നു. ദെൻ യൂസിങ് എന്താണ് ദിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദറ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കാൽക്കുലേറ്റ് ചെയ്തു. ഓൾറെഡി ഐ സെഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഗാമ ഈസ് 1.4 ആണെന്ന് പറഞ്ഞു. വി ഓൾറെഡി കാൽക്കുലേറ്റ് ദിസ് വി ന്യൂട്ടൺ നമ്മൾ നേരത്തെ 280 കിട്ടിയതാണ്. ദെൻ ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് 1.4 റേസ് ടു 1/2 കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് വി ഗെറ്റ് ദി വാല്യൂ ഓഫ് സൗണ്ട് 332. ദിസ് ഈസ് എക്സ്പെരിമെൻ്റൽ വാല്യൂ ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? 332 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. സോ ഇങ്ങനെയാണ് ആ ഒരു കറക്ഷൻ, അതൊരു അവിടെ ഉണ്ടായിട്ടുള്ളൊരു ഡിസ്പെറൻസി അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ആ ഡി പി ബി ഡി വി കാൽക്കുലേഷനിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിട്ടുള്ളത്. ഐസോതെർമൽ പ്രോസസ്സിൽ നിന്ന് വി ചേഞ്ച് ദാറ്റ് പ്രോസസ് ഇൻ ടു അഡിയബാറ്റിക് പ്രോസസ് ആൻഡ് യൂസിങ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് അഡിയബാറ്റിക് വി കാൽക്കുലേറ്റ് ദാറ്റ് ഡി പി ബൈ ഡി വി ആൻഡ് വി ഗെറ്റ് ദി കറക്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. അപ്പോൾ ഇത്രയാണ് ആ ന്യൂട്ടൺസ് ഫോർമുലയും അതിൻ്റെ കറക്ഷനും. അതായത് ജസ്റ്റ് നമ്മൾ ആ എയർ ഒരു കംപ്രസ്ഡ് സ്പ്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ എഴുതിയിട്ട് ഒരു വെലോസിറ്റിക്കുള്ള ഇക്വേഷനും ലോങ്റ്റിറ്റ്യൂണൽ വേവിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷനും എഴുതിയിട്ട് കമ്പയർ ചെയ്തിട്ട് വി ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. ഇനി ആകെ ന്യൂട്ടൺ ഫോർമുലയിൽ ഡി പി ബൈ ഡി വി ഐസോതെർമൽ വെച്ചിട്ടും
പിന്നെ അതിന് കറക്ഷൻ വരുന്ന സമയത്ത് അഡിയബാറ്റിക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, dp/dv കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ we എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് സൗണ്ട് ഇൻ എയർ. ഓക്കെ, താങ്ക് യു.